കരൂർ ദുരന്തത്തിൽ തമിഴക വെട്രിക്കഴകം നേതാവ് മതിയഴകൻ, പൗൻരാജ് എന്നിവരെ റിമാൻഡ് ചെയ്തു. കരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. ഒക്ടോബർ 14 വരെയാണ് റിമാൻഡ് കാലാവധി. പ്രതികൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്ന് പോലീസിന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. പോലീസ് മോശം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചു എന്ന് പ്രതിഭാഗത്തിന്റെ അറിയിപ്പിനെ തുടർന്നാണ് കോടതിയുടെ നിർദ്ദേശം. പോലീസിനെ വിമർശിച്ചുള്ള TVK വാദങ്ങൾ കോടതി തള്ളുകയും ചെയ്തു. അതേസമയം കോടതി വിധിയിൽ നിയമപോരാട്ടം തുടരുമെന്നും നിയമവിരുദ്ധമായാണ് TVK നേതാക്കൾക്കെതിരെ കേസെടുത്തതെന്നും TVK അഭിഭാഷകൻ പറഞ്ഞു. ദുരന്തത്തിന് പിന്നാലെ TVK ജില്ലാ കമ്മിറ്റി ഓഫീസ് പൂട്ടിയ നിലയിലാണ്. കരൂർ ചിന്നആണ്ടാൻ കോവിലിലെ പാർട്ടി ഓഫീസാണ് പൂട്ടിയിട്ട നിലയിലുള്ളത്. കുട്ടികൾക്ക് മുട്ടയും പാലും നൽകിയിരുന്ന ജനക്ഷേമ പദ്ധതികൾ അടക്കം നിർത്തിവച്ചിരിക്കുകയാണ്. അതേസമയം കരൂർ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ പ്രതിഷേധം ഉയരുമ്പോഴും പിന്തുണച്ചും ആളുകൾ എത്തുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടായിരുന്നു രാജ്യത്തെ നടുക്കിയ അപകടമുണ്ടായത്. നിശ്ചയിച്ചതിലും 6 മണിക്കൂർ വൈകിട്ട് 7 മണിയോടെയായിരുന്നു വിജയ് പരിപാടിക്കെത്തിയത്. ഈ സമയമത്രയും ഭക്ഷണവും വെള്ളവുമില്ലാതെ ആളുകൾ കാത്തുനിന്നു. വിജയ് പ്രസംഗം ആരംഭിച്ച അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ കുഴഞ്ഞു വീഴാൻ തുടങ്ങി. സ്ഥലത്തുണ്ടായിരുന്ന പോലീസും TVK പ്രവർത്തകരും അടക്കമുള്ളവർ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആദ്യ ദിനം 38 പേരായിരുന്നു മരിച്ചത്. 10 കുട്ടികൾ, 16 സ്ത്രീകൾ, 12 പുരുഷന്മാർ എന്നിങ്ങനെയായിരുന്നു മരണസംഖ്യ. പിന്നീട് 3 മരണം കൂടി സ്ഥിരീകരിച്ചു. നിലവിൽ 7 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇവരിൽ 2 പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി മധുര മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.